ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൽ.ഇ.ഡ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വീട്ടിലുള്ള കോണീൻ്റെ മുകളിൽ ചെയ്യുന്ന വയറിംഗ് ആണ്, സ്റ്റെയർകേസ് വയറിംഗ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഓണാക്കി വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റെയർകേസ് വയറിംഗ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ: ഒരു ബൾബ് ബോർഡറും, പിന്നെ ഒരു ബൾബ്, 2 2-വേ സ്വിച്ചും, പിന്നെ കുറച്ച് വയർ, ഒരു പ്ലഗും എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ 2 2-വേ സ്വിച്ചിനും കണക്ഷൻ കൊടുക്കാം. ഫസ്റ്റ് ഈ സ്വിച്ചിൽ നിന്നും ഈ സ്വിച്ചിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. അതിനുശേഷം ഇവിടുന്ന് ഇവിടേക്കും ഒരു കണക്ഷൻ കൊടുക്കുക. ഇതിൽ ഈ സ്വിച്ചിൻ്റെ നടുവത്തെ ലെഗിൽ നിന്നും പോകുന്നത് ലൈനായിട്ട് ഒരു വയർ. ഇത് കറണ്ടിലേക്ക് കൊടുക്കാനുള്ള ലൈനായിട്ട്. പിന്നെ ഇവിടുന്ന് പോകുന്ന കണക്ഷൻ നേരെ ബൾബ് ബോർഡിൻ്റെ ഒരു ലെഗിലേക്ക്. ഇത് നേരെ ഈ 2-വേ സ്വിച്ചിൻ്റെ നടുവത്തെ പിന്നിൽ. അതിനുശേഷം ഈ ബൾബ് ബോർഡിൽ നിന്നും ഒരു കണക്ഷൻ ന്യൂട്രലായിട്ട് കൊടുക്കുക. ഇപ്പോൾ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇത് ലൈൻ ന്യൂട്രലായിട്ടും അതിൻ്റെ ഇപ്പുറത്തെ ലെഗിൽ നിന്നും ഒരു കണക്ഷൻ നേരെ 2-വേ സ്വിച്ചിൻ്റെ നടുവത്തെ പിന്നിലേക്കും, പിന്നെ ഇത് രണ്ടും ഒരു കണക്ഷനും ഇവിടെ നിന്ന് ഒരു കണക്ഷൻ ഈ സ്വിച്ചിലേക്കും കൊടുത്തു. പിന്നെ ഈ കണക്ഷൻ നേരെ ലൈനായിട്ട്. ഇനി നമുക്ക് ഈ 2 വയറും കൂടി ഒരു പ്ലഗിലേക്ക് കൊടുക്കാം.
അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു ബൾബ് ഇട്ടിട്ട് സ്വിച്ച് ബോർഡിലേക്ക് കൊടുക്കാം. ഞാൻ ഷോക്ക് അടിക്കാണ്ട് വേണ്ടി ജസ്റ്റ് സ്വിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലഗിലേക്ക് കൊടുക്കാം. ഇത് S1ഉം ഇത് S2ഉം. S1ഉം S2ഉം ഓഫാകുമ്പോൾ മുകളിലോട്ടാകുമ്പോൾ ലാമ്പ് കത്തും. പിന്നെ S1ഉം S2ഉം താഴോട്ടാകുമ്പോഴും ലാമ്പ് കത്തും. S1 മുകളിലോട്ടും S2 താഴോട്ടുമാകുമ്പോൾ ലാമ്പ് കത്തില്ല. S1 താഴോട്ടും S2 മുകളിലോട്ടും ആകുമ്പോൾ ലാമ്പ് കത്തില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.